കിഫ്ബി മസാല ബോണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട് തോമസ് ഐസക്കിന് എതിരെ തെളിവുകളുണ്ടോ എന്ന് അന്വേഷിക്കാനാകില്ലെന്നും അഥവാ ഉണ്ടെങ്കിൽ അന്വേഷിക്കാമെന്നും ഹൈക്കോടതി പറയുന്നു. അതോടെ തങ്ങൾ അയച്ച എല്ലാ സമൻസുകളും പിൻവലിച്ചതായി ഇഡി ഹൈക്കോടതിയെ അറിയിച്ചു. ശുഭം. സംഭവം വിശദമായി പരിശോധിച്ചാൽ കിഫ്ബി മസാല ബോണ്ടിൽ ഇഡിക്ക് വീണ്ടും ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ടു എന്ന് തന്നെ പറയാം. അന്വേഷണത്തിന് തെളിവുകളില്ലെന്ന് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കുകയായിരുന്നു. മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട എല്ലാ സമൻസും പിൻവലിക്കുന്നു എന്ന് ഇഡി കോടതിയെ അറിയിക്കുകയായിരുന്നു. ഇഡി സമൻസ് ചോദ്യം ചെയ്തുള്ള തോമസ് ഐസക്കിന്റെ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. ഇഡി സമൻസ് നിലനിൽക്കില്ല എന്ന് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കുകയായിരുന്നു. ഇഡിക്ക് അനാവശ്യ അന്വേഷണം നടത്താനാവില്ല എന്നും ന്യായമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം അന്വേഷണം ആകാമെന്നും വ്യക്തമാക്കിക്കൊണ്ട് കോടതി ഹർജി തീർപ്പാക്കി. ഇതിനകം 7 തവണ കിഫ്ബിയുടെ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതായി കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. തോമസ് ഐസക്കും കിഫ്ബിയും സമർപ്പിച്ച ഹർജിയിൽ ഇഡി സമൻസുകൾ ജസ്റ്റിസ് VG അരുൺ റദ്ദാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പുതുക്കിയ സമൻസ് അയക്കാൻ ഇഡിക്ക് അനുമതി നൽകി. തുടർന്ന് തോമസ് ഐസക്ക് സമർപ്പിച്ച അപ്പീലിൽ പുതുക്കിയ സമൻസ് അയക്കാനുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കുകയായിരുന്നു. എന്നാൽ തുടലഴിച്ചുവിട്ട കേന്ദ്ര ഏജൻസികളെ കണ്ട് ഭയം നോടുന്നവരല്ല കേരളം ഭരിക്കുന്നത് എന്നും ആ തുടൽ പിടിക്കുന്ന കരങ്ങളെയും ഞങ്ങൾക്ക് ഭയമില്ല എന്നും പണ്ടേ തോമസ് ഐസക് പറഞ്ഞതാണ്. കിഫ്ബിയെ തകർത്തുകൊണ്ട് കേരള വികസനം സ്തംഭിപ്പിക്കാനുള്ള BJPയുടെ ശ്രമങ്ങൾക്ക് ശക്തമായ തിരിച്ചടി ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് തോമസ് ഐസക് പണ്ടേ പറഞ്ഞതാണ്. പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. കിഫ്ബി കേസിൽ സർവശക്തനായ ഇഡിക്ക് അടിതെറ്റിരിക്കുകയാണ്. മസാല ബോണ്ട് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞാണല്ലോ ഈ ധനകാര്യ സ്ഥാപനത്തെ ഞെരുക്കി ഇല്ലാതാക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തുനിഞ്ഞിറങ്ങിയത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കിഫ്ബിയുടെ വിശ്വാസ്യത ഇല്ലാതാക്കാനാണ് ഈ ഏജൻസികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഓഡിറ്റ് സംബന്ധിച്ച് വിവാദം, പിന്നെ ആദായ നികുതി, പിന്നെ ഒടുവിൽ കേന്ദ്രം വജ്രായുധവും ഇറക്കി ഇഡി എന്ന അന്വേഷണ ഏജൻസിയെ. അങ്ങനെ ഇഡിയെ ഇറക്കിവിട്ട് കിഫ്ബിയെ പൂട്ടാനായിരുന്നു കേന്ദ്രത്തിന്റെ നീക്കം. ഉദ്യോഗസ്ഥരെ നിരന്തരം സമ്മർദ്ദത്തിലാക്കുകയും ഒരേ രേഖകൾ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയും അന്വേഷണം എന്ന പേരിലും സംശയനിഴൽ നിരന്തരം നിലനിർത്തുകയും ചെയ്തു. ഇത്തരത്തിൽ ഗൂഢമായ ശ്രമങ്ങളായിരുന്നു കിഫ്ബിക്കെതിരെ. ഇതിങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടു പോകുന്നു എന്ന അവസ്ഥയിലാണ് കേരളം ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഇഡിയുടേത് രാഷ്ട്രീയ കളിയാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു തോമസ് ഐസക്കിനെതിരെയുള്ള സമൻസ്. മന്ത്രിയായിരുന്ന കാലത്ത് ഔദ്യോഗിക പദവിയുടെ ഭാഗമായി കിഫ്ബി വൈസ് ചെയർമാനായിരുന്ന തോമസ് ഐസക് സകലമാന കണക്കുകളും കൊണ്ടുചെല്ലാനായിരുന്നു ഇവരുടെ ഉത്തരവ്. പിന്നീട് അതങ്ങ് മാറ്റിക്കൊടുത്തു. കുടുംബാംഗങ്ങളെയും മന്ത്രിയായിരിക്കെ തന്നെ ഡയറക്ടറായ കമ്പനികളുടെ കണക്കുകളും മറ്റും കൊണ്ടുചെല്ലണമെന്നാക്കി. കിഫ്ബിയും ഹൈക്കോടതിയെ സമീപിച്ചു. കോടതി സമൻസ് തുടർ നടപടികൾക്ക് സ്റ്റേ ചെയ്തു. മറുപടി സമർപ്പിക്കാൻ തന്നെ മാസങ്ങൾ തന്നെ വേണ്ടി വന്നു. ഒടുക്കം കോടതി തന്നെ ഒന്ന് കടുപ്പിച്ചപ്പോൾ മറുപടി കൊടുത്തു. മസാല ബോണ്ട് പണം നിഷിദ്ധമായ മേഖലകളിൽ മുടക്കുന്നുണ്ട് എന്നതായിരുന്നു അന്വേഷണ വിഷയം. അപ്പോഴേ തന്നെ തോമസ് ഐസക് പറഞ്ഞതാണ് RBI നിഷ്കർഷിക്കുന്ന പ്രതിമാസ സ്റ്റേറ്റ്മെന്റ് കൃത്യമായി കൊടുക്കുന്നുണ്ട് എന്ന്. എന്നാലോ അതും കേട്ടില്ല. അത് തന്നെ ഇഡിക്കും നേരത്തെ കൊടുത്തതുമാണ്. മസാല ബോണ്ട് പണം ആർക്ക് എന്തിനു കൊടുത്തു, ഏത് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ആരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നൽകിയത് എന്നും ഇതെല്ലാമുള്ള നിശ്ചിത ഫോറത്തിലുള്ള RBI നിഷ്കർഷിക്കുന്ന വിധത്തിലുള്ള സാക്ഷ്യപ്പെടുത്തിയ സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അന്നേരം ഒരു തർക്കവും ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇത് തന്നെയാണ് ഇഡിക്കും കൊടുത്തത്. അവർ എന്തെങ്കിലും കണ്ടുപിടിച്ചോ? അതിനുമായില്ല. വീണ്ടും അത് കോടതിയിൽ സമർപ്പിച്ചു. ഈ ഘട്ടത്തിലാണ് കോടതി RBIയെ സ്വമേധയാ കക്ഷി ചേർക്കുന്നത്. അതോടെ 2 കാര്യങ്ങൾ വ്യക്തമായിരുന്നു. ഒന്ന്, കിഫ്ബി RBI ചട്ടപ്രകാരം നൽകിയ NOC അനുസരിച്ചാണ് മസാല ബോണ്ട് വഴി പണം സമാഹരിച്ചത്. അതിന് ലോൺ രജിസ്ട്രേഷൻ നമ്പർ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം മുകളിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് സംബന്ധിച്ചാണ്. അതായത് ECB2 എന്ന ഫോമിൽ മസാല ബോണ്ട് വഴി സമാഹരിച്ച പണത്തിന്റെ വിനിയോഗം സംബന്ധിച്ച് കണക്കുകൾ നൽകുന്നുണ്ട് എന്ന് RBI തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. മസാല ബോണ്ട് ഇറക്കുന്ന സമയത്തെ വിദേശ വാണിജ്യ വായ്പ നടപടിക്രമം അനുസരിച്ച് ഈ പണത്തിന് വിനിയോഗ ചട്ടം പാലിച്ചാണോ എന്നതടക്കം ബന്ധപ്പെട്ട് ബാങ്ക് സാക്ഷ്യപ്പെടുത്തിയ സ്റ്റേറ്റ്മെന്റ് ആണ് ECB2 എന്ന് പറയുന്നത്. അങ്ങനെ നീണ്ടു ഇഡിയും തോമസ് ഐസക്കും തമ്മിലുള്ള യുദ്ധം. അങ്ങനെ പലയിടത്തും നടന്ന ഫൈറ്റ് അത്രയും ഫലിക്കുകയും ചെയ്യുന്നില്ല. അങ്ങനെ ആർക്കു മുന്നിലും മുട്ടുമടക്കില്ല എന്ന് പണ്ടേ തോമസ് ഐസക് പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. അതുകൊണ്ട് കേന്ദ്രവും ഇഡിയും തുനിഞ്ഞിറങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ നടന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ സമൻസുകളും പിൻവലിച്ച് ഇഡി ഇപ്പോൾ മടങ്ങുകയാണ്.